ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. +2 കൊമേഴ്സ് കുട്ടികൾക്കുള്ള ഒരു 5 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റഡി പ്ലാൻ നമ്മളൊരു 5 ഡേയ്സ് അല്ലെങ്കിൽ 6 ഡേയ്സ് എന്നൊക്കെ ഉൾപ്പെടുത്താൻ കാരണം നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 3-ാം തീയതിയാണ്. എല്ലാ കുട്ടികൾക്കും മാർച്ച് 3-ാം തീയതിയാണ് എക്സാം വരുന്നത്. കൊമേഴ്സ് കുട്ടികൾക്കും സയൻസുകാർക്കും ഒക്കെ. അതിൽ കൊമേഴ്സ് കുട്ടികളുടെ സബ്ജക്റ്റാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. കൊമേഴ്സ് കുട്ടികളുടെ നമ്മുടെ എജുവാലറ്റ് 2.0 എന്ന് പറയുന്നത് കൊമേഴ്സ് കുട്ടികളുടെ ചാനലാണ്. എജുവാലറ്റ് എന്ന് പറഞ്ഞത് നമുക്ക് ഓൾറെഡി സയൻസ് ബാച്ചിന് സ്റ്റുഡൻസിന് ഉണ്ട്. സോ നിങ്ങൾക്ക് അവിടെ സ്റ്റുഡൻസ് കണ്ട ശേഷം നമ്മളടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഒരു സ്റ്റഡി പ്ലാൻ തരാൻ പറ്റുമോ, ഇനി പഠിച്ചാൽ നമുക്ക് പറ്റുമോ എന്നുള്ളത്. അപ്പോൾ മിസ്സിന് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഷുവറായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് 100% ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ആ രീതിയിൽ ട്രൈ ചെയ്യുക. അതായത് നമുക്ക് ഈ ടൈമില്ല എന്നും കുറച്ചധികം പറയുന്നതിൻ്റെ ഇടയിൽ ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കാനും നിങ്ങൾക്ക് സമയം കൊടുക്കേണ്ടി വരും. അപ്പോൾ +2 പഠിക്കാനാണ് മൊത്തത്തിൽ മിസ് ഇവിടെ ടൈം എടുത്തിരിക്കുന്നത്. അതായത് ഒരു ദിവസത്തിൽ ഒരു 3-4 സെക്ഷനായിട്ട് തിരിച്ച്, അതൊരു ദിവസം നിങ്ങൾ മോർണിംഗ്, ആഫ്റ്റർനൂൺ സെക്ഷൻ, ഈവനിങ് സെക്ഷൻ, നൈറ്റ് സെക്ഷൻ, അങ്ങനെ ഒരു 4 സെക്ഷനായിട്ട് തിരിച്ചിട്ട് നമ്മൾ ഓരോ ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് ആണ് ഈ സ്റ്റഡി പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഓരോ പാഠങ്ങൾ എനിക്ക് എന്താണ് ഇപ്പോഴും അറിയില്ല മിസ് എന്നൊക്കെ പറയുന്നവർക്ക് മിസ്സിൻ്റെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ക്രാഷ് ബാച്ച് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനിയുള്ള ഒരാഴ്ച എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കിതാ ഇന്നലെ മുതൽ മോഡൽ എക്സാം കഴിഞ്ഞത് മുതലുള്ള ഒരാഴ്ച നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ 2 ദിവസമായിട്ട് നമ്മൾ എടുത്തിട്ട് ഇനിയുള്ള 4-5 ദിവസം ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മളതിൽ പഠിക്കാം. അതായത് ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഷുവറായിട്ട് ഇത്ര മാർക്കിന് വരും എന്നുറപ്പുള്ള പാഠങ്ങളാണ് നമ്മൾ ലൈവായിട്ട് പഠിപ്പിക്കുക. ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസ് എടുത്ത് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ ജോയിൻ ചെയ്തു, ഈ ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സുകൾ പോവില്ല. നിങ്ങൾക്കത് മാർച്ച് ഫൈനൽ എക്സാം വരെ ഈ ക്ലാസ്സുകൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലിങ്ക് വഴി പോയിട്ട് ക്ലാസ്സുകൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ അറിയില്ല എങ്കിൽ മിസ്സിൻ്റെ ക്രാഷ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസുകൾ കിട്ടിയാൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് വൈസ് ക്ലാസ്സുകൾ എല്ലാ ചാപ്റ്റർ വൈസും കിട്ടും. അപ്പോൾ ആ ക്ലാസ് ലിങ്ക് എടുത്തതിൽ ചാപ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കഴിഞ്ഞ ക്ലാസ്സുകൾ ഇമ്പോർട്ടൻസ് ചെയ്താണ് മിസ് ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ടൈം ടേബിളാണ്. ഏറ്റവും ആദ്യം നിങ്ങളെല്ലാവരും നല്ല പോലെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ടൈം ടേബിൾ എങ്ങനെയാണ് എന്നും ഏതൊക്കെ എപ്പോഴൊക്കെയാണ് എക്സാം എന്നും നിങ്ങൾക്ക് ഒരു സ്റ്റഡി ടേബിളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഇപ്പോൾ സ്റ്റഡി ടേബിൾ നിർബന്ധമൊന്നുമില്ല. സ്റ്റഡി ടേബിളൊക്കെ നല്ല പോലെ പഠിക്കുന്ന ഓൺലി സ്റ്റഡീസ് മാത്രമുള്ള കുട്ടികൾക്കല്ലേ ഉണ്ടാവുള്ളൂ മിസ് എന്ന് പറയുന്ന ഒരു ഭൂരിഭാഗം കുട്ടികളോട് സ്റ്റഡി ടേബിളൊന്നും വേണമെന്നൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഫോണിലോ നിങ്ങൾക്ക് എപ്പോഴല്ലെങ്കിൽ മൈൻഡിൽ കയറ്റുക. മാർച്ച് 3-ാം തീയതി എൻ്റെ പരീക്ഷ തുടങ്ങുന്നു, മാർച്ച് 26-ാം തീയതി എൻ്റെ പരീക്ഷ കഴിയുന്നു. ഇതിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, മാത്സ് ഉണ്ട്, സ്റ്റാറ്റി ഉണ്ട്. കാരണം ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് അതുപോലെ മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഓപ്ഷനിലാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം ഉള്ളവർ എന്ത് ചെയ്താൽ മതി, കമ്പ്യൂട്ടറിൻ്റെ മാത്സിൻ്റെ ഒക്കെ ഇടയിൽ ആ സമയത്ത് നിങ്ങൾക്ക് വേറെ സബ്ജക്റ്റ് പഠിക്കാം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കുട്ടികളാണെങ്കിൽ അത് ആദ്യം പഠിച്ച് ഈ മാത്സിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഇത് പഠിക്കാം. ബാക്കിയുള്ള സബ്ജക്റ്റ് പഠിക്കാൻ നിങ്ങൾക്ക് എക്സാം 24-ാം തീയതി കഴിയുകയും ചെയ്യും. പിന്നെ മാത്സ് കുട്ടികളാണെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ സ്ഥാനത്ത് ബിസിനസ് പഠിക്കാം. മാത്രമല്ല സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാമിൽ നിങ്ങൾക്കും അക്കൗണ്ടൻസി എക്സാമിനോട് കൂടി എക്സാം കഴിയുകയും ചെയ്യും. അപ്പം 3 സബ്ജക്റ്റ് മിസ് ഇൻക്ലൂഡ് ചെയ്തത് വേറെ ഒന്നിനുമല്ല. നിങ്ങൾക്ക് മിസ് ഇതിൽ പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ചാപ്റ്ററുകളാണ് മിസ് പറയുക. കാരണം മിസ്സിൻ്റെ സബ്ജക്റ്റ് അതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സ്ഥാനത്ത് മാത്സോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതും പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇനി എല്ലാ എക്സാമും നമുക്ക് ആഫ്റ്റർനൂൺ സെക്ഷനിലാണ്. ആഫ്റ്റർനൂൺ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം, ഉച്ചയ്ക്കാണ് എക്സാം വരുന്നത്. ഇനി നമുക്കത് നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ടൈം ടേബിളാണ്. കാരണം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉള്ളിൽ കയറ്റാം. ഓക്കെ, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് മുന്നേ ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നവർക്ക് സുഖമാണ്. ഇംഗ്ലീഷ് എക്സാം ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത് 29-നോ മറ്റോ ആണ്, 29-28-നാണ്. അല്ല എല്ലാ +2 എക്സാമും ഇട്ടാണ് ഇംഗ്ലീഷ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ മാർച്ച് 3-ാം തീയതി ഇംഗ്ലീഷ് തുടങ്ങും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാർച്ച് 1-ാം തീയതി 2-ാം തീയതി ഇംഗ്ലീഷ് മാത്രം പഠിക്കുക. അധികം ഇപ്പോൾ തന്നെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങണമെന്നില്ല. ഇനി ഇംഗ്ലീഷ് നല്ല പേടിയാണ്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം എന്നുള്ളവർക്കൊക്കെ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം.
ഓക്കെ. അതായത് ഇംഗ്ലീഷിനെ കുറിച്ചിട്ട് ഒരു അറിവ് അറിയില്ല മിസ്സേ, എനിക്ക് പാഠങ്ങൾ പോലും അറിയില്ല, പേരറിയില്ലെങ്കിൽ മിസ്സിൻ്റെ വീഡിയോസ് കണ്ടാൽ തന്നെ അതിൽ കുറേ സമ്മറീസ് ഉണ്ട്, ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. അത് എല്ലാ ദിവസവും ഇന്ന് തന്നെ ഇരുന്ന് പഠിക്കണമെന്നൊന്നുമില്ല. കാരണം ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമുക്ക് എക്സാമിൻ്റെ തലേദിവസം പഠിക്കാൻ ഒന്നാമത് ഏറ്റവും നല്ലത്. രണ്ടാമത്തത് കൂടുതൽ നിങ്ങൾ വീഡിയോസൊക്കെ കാണുകയാണ് ഏറ്റവും ബെറ്റർ ഇംഗ്ലീഷ് എക്സാമിനും. ലാംഗ്വേജ് 2 എക്സാമിനും മിസ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഗൈഡ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് കൂടുതലും എഫക്റ്റീവ് ആവാം വീഡിയോസ് ക്ലാസ്സുകൾ കാണുമ്പോഴും ഒരാൾ പറഞ്ഞ് കേൾക്കുമ്പോഴൊക്കെയാണ് കൂടുതൽ എഫക്റ്റീവ് ആവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് വരുന്ന എക്സാം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കുട്ടികൾക്ക് ഇവിടെ 7 ഡേയ്സ് ഗ്യാപ്പ്, ഒരു 3-ാം തീയതി എക്സാം കഴിഞ്ഞാൽ 4, 5, 6, 7 4 ദിവസം നമുക്കവിടെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇല്ലാത്ത കുട്ടികൾക്കോ 10-ാം തീയതിയാണ് എക്സാം. അപ്പോൾ 1 വീക്ക് അവിടെ കിട്ടും. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കുട്ടികൾക്ക് 5, 6, 7, 8, 9 2 ഡേയ്സ് അവിടെ കിട്ടുന്നുള്ളൂ. അതായത് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികൾക്ക് 2 ഡേയ്സേ കിട്ടുന്നുള്ളൂ. നമ്മൾ ഈ ഗ്യാപ്പ് അനുസരിച്ചിട്ടാണ് മിസ് എന്തിട്ടിരിക്കുന്നത്, ഈ സ്റ്റഡി പ്ലാൻ ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. പിന്നെ 10-ാം തീയതി കഴിഞ്ഞിട്ട് മാത്സ് കുട്ടികൾക്ക് 7 ഡേയ്സ് കിട്ടും. ലാംഗ്വേജ് പഠിക്കാൻ നിങ്ങൾക്കൊരു 8 ഡേയ്സ് കിട്ടുന്നുണ്ട് ലാംഗ്വേജ് പഠിക്കാൻ. എക്കണോമിക്സ് പഠിക്കാൻ ഒരു എക്സാം കഴിഞ്ഞിട്ട് 1 ഡേ ഉള്ളൂ അവിടെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ, ഇപ്പോൾ ഒരു ദിവസമാണ് എക്കണോമിക്സിനുള്ളൂ. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് എക്കണോമിക്സ് എക്സാം. അതായത് 11-ാമത്തെ ദിവസമാണ് എക്കണോമിക്സ്. അതിൻ്റെ ഇടയിൽ ലാംഗ്വേജ്, മാത്സ് കുട്ടികൾക്കാണ് മാത്സ് ഉള്ളത്. അപ്പോൾ മാത്സ് കുട്ടികൾക്കും ഇതിൻ്റെ ഇടയിലുള്ള 7 ഡേയ്സ് എന്ന് പറയുന്നത് 7-ാമത്തെ 6 ഡേയ്സ് കൂട്ടാം. ഇതിൽ 3 ദിവസം നിങ്ങൾ മാത്സ് പഠിച്ച് ബാക്കി 3 ദിവസം നിങ്ങൾ എക്കണോമിക്സ് പഠിക്കാം. മലയാളം, ഹിന്ദിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു ദിവസം നോക്കിയാൽ മതി എന്നാണ് മിസ്സിൻ്റെ ഒരു അഭിപ്രായം. കാരണം ലാംഗ്വേജിന് അധികം സമയം നമ്മൾ കൊടുക്കുകയേ വേണ്ട. ഇംഗ്ലീഷിന് കുറച്ച് കൊടുക്കാം, മലയാളം, ഹിന്ദി ഒന്നും പഠിക്കാതെ ലാംഗ്വേജ് തന്നെ നിങ്ങൾ സമയം കൊടുക്കണ്ട. പിന്നെ എക്കണോമിക്സ് എക്സാം കഴിഞ്ഞ് അക്കൗണ്ടൻസി എക്സാം നമുക്ക് 2 ദിവസമുള്ളൂ അവിടെ. 22-ാം തീയതി, 23-ാം തീയതി, 24-ാം തീയതി അക്കൗണ്ടൻസി എക്സാമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കേണ്ട സബ്ജക്റ്റ് ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്കിപ്പോൾ അക്കൗണ്ടൻസി പഠിക്കാൻ കയറ്റി കഴിഞ്ഞാൽ എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പണി അക്കൗണ്ടൻസി ഇതിൻ്റെ ഇടയിൽ കയറ്റാം കേട്ടോ. ദെൻ പിന്നീട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ഇതൊന്നും പഠിച്ചില്ലെങ്കിലും ഇതിൻ്റെ ഇടയിലൊക്കെ കയറ്റാം. അതല്ലേ നമുക്കിവിടെ ഇപ്പോൾ ഒരു 10 ദിവസം എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ 8 ദിവസം 9 ദിവസം ലാംഗ്വേജിന് ഇപ്പോൾ മാത്സ് ഇല്ലാത്ത കുട്ടികൾക്ക് സ്റ്റാറ്റൊക്കെ ഇതിൻ്റെ ഇടയിൽ കയറ്റാം കേട്ടോ. സ്റ്റാറ്റ് അക്കൗണ്ടൻസി ഒക്കെ ഇതിൻ്റെ ഇടയിൽ കയറ്റാം. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ വെച്ച് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ലപോലെ ടൈം എടുത്ത് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് നമുക്ക് എക്കണോമിക്സ് ഒക്കെയാണ്. എക്കണോമിക്സ് നമുക്ക് ടൈം എടുത്ത് പഠിക്കാം, വേറെ ഒന്നുമല്ല. എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമുക്ക് മാത്സ് കഴിഞ്ഞിട്ട് ബിസിനസ് കഴിഞ്ഞ് എക്കണോമിക്സ് നമുക്ക് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലൊക്കെ കയറ്റാൻ പറ്റും. ഓക്കെ, ബിസിനസ് പഠിക്കാനും നമുക്ക് ഗ്യാപ്പിനുള്ളിൽ കയറ്റാം. പക്ഷേ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കുട്ടികളപ്പോൾ ബിസിനസ് പഠിക്കാൻ ഗ്യാപ്പിനുള്ളിൽ കയറ്റരുത്. പിന്നെ നമുക്ക് തീരെ പഠിക്കാൻ ടൈമില്ല എന്ന് പറയുന്നത്, തീരെ പഠിക്കാനും നോക്കാനും സമയമില്ലാത്ത ദിവസങ്ങൾ എന്ന് പറയുന്നത് അക്കൗണ്ടൻസിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷിന് 2 ദിവസം കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവനൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ സ്ഥലം കയറ്റാം. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഓരോ ചാപ്റ്റർ ബേസ് പഠിക്കാം. ഇനി നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ സ്റ്റഡി പ്ലാനൊക്കെ മിസ് ഇപ്പോൾ തരാം. സ്റ്റഡി പ്ലാൻ തരുന്നതിന് മുന്നേ നിങ്ങളുടേതായ ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. എനിക്ക് +2 ഇംഗ്ലീഷിൽ എത്ര മാർക്ക് വേണം, അക്കൗണ്ടൻസി അതുപോലെ ബിസിനസ് സ്റ്റഡീസിലൊക്കെ എത്ര മാർക്ക് വേണം, നിങ്ങളിപ്പോൾ ഉണ്ടാക്കുക. ഫുൾ മാർക്ക് വേണമെന്നൊരു ഫുൾ കിട്ടോ, 80-80 വേണം എനിക്ക് അക്കൗണ്ടൻസി എക്കണോമിക്സ്. അപ്പോൾ നിങ്ങളുടേതായ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാലിബർ നിങ്ങൾക്കറിയാലോ. എനിക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് മിസ്സേ. എനിക്ക് ഒരുപാട് കുട്ടികൾ ഇതുപോലെ മിസ്സിൻ്റെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുന്നതാണ്, ഞാനിങ്ങനെയാണ്, എനിക്ക് ഷോർട്ട് നോട്ട് കിട്ടുള്ളൂ, എനിക്ക് ഉണ്ടാക്കി എഴുതാൻ അറിയില്ല, അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ ഒരു കാലിബർ അനുസരിച്ചിട്ടുള്ള ഓൺ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കാം. മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക, കാണാപ്പാഠം പഠിക്കണം, വെയിറ്റേജ് അനുസരിച്ച് പഠിക്കാം, ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കാം, ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാം. ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നാളെ എന്ത് ചെയ്യണമെന്ന് ഇന്ന് തന്നെ തയ്യാറാക്കാം. എനിക്കിനി ഇത്ര ദിവസമേ ഉള്ളൂ, അപ്പോൾ നാളെ ഞാൻ ഈ സബ്ജക്റ്റുകൾ നോക്കണം എന്നൊക്കെ ഒരു ടു ഡു ലിസ്റ്റ് ഞാൻ പഠിച്ചു എന്ന് ഉറപ്പുവരുത്താം. പിന്നെ നമ്മൾ ഒരു ദിവസം നമ്മൾ മോർ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് നമുക്ക് തന്നെ തോന്നണം. മേക്ക് ഷുവർ യു ആർ 1 ഡേ മോർ എഫക്റ്റീവ്. ഇപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നൈറ്റ് കിടക്കുന്ന പോലെ ഇന്നത്തെ ദിവസം എനിക്ക് പഠിത്തത്തിലേക്ക് ഞാൻ എത്രത്തോളം കൊടുക്കാൻ പറ്റിയെന്ന് നിങ്ങൾ ഒരു ദിവസം തന്നെ നിങ്ങൾ എത്രത്തോളം ഷുവറാക്കി എന്ന് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നുകിൽ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഓൾറെഡി PYQ സെക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഓൾറെഡി മിസ് കൊടുത്തിട്ടുണ്ട്. ദെൻ വീഡിയോ ക്ലാസ്സസ് ഹെൽപ്ഫുൾ ആവുന്നത് നിങ്ങൾക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ്, എല്ലാ യൂട്യൂബ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും എക്സാമിൻ്റെ ടൈമിൽ കേൾക്കുമ്പോൾ. കാരണം എക്സാമിൻ്റെ തലേദിവസം നമുക്ക് നോക്കിയാൽ അറിയാം ഒരുപാട് വ്യൂവേഴ്സ് കൂടുന്നത് ഈ എക്സാം ടൈമിലാണ്. കാരണം അത് ഒരു സത്യമാണ്,
നമുക്ക് എക്സാമിൻ്റെ തൊട്ട് തലേദിവസം ഒരാൾ ഇങ്ങനെ പറഞ്ഞു തന്നത് കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് മൈൻഡിൽ കയറും. ചിലപ്പോൾ ആ കേട്ടത് മാത്രം മതി എക്സാം എഴുതുമ്പോൾ നമുക്ക് ഓർമ്മ വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ക്ലാസ്സും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാൻ. ഇനി ഇതിലൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മിസ്സിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതായത് എല്ലാ സബ്ജക്റ്റും അക്കൗണ്ടൻസി, CA, ബിസിനസ്, ഇംഗ്ലീഷ്, അപ്പോൾ എല്ലാ സബ്ജക്റ്റും ഇത് അക്കൗണ്ടൻസി, CA, ബിസിനസ്, ഇംഗ്ലീഷ്, ഇക്കണോമിക്സ്, മാത്സിൻ്റെ ഒക്കെ എല്ലാ സബ്ജക്റ്റും കൂടിയിട്ട് 500 രൂപയുള്ളൂ. അതിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക പ്രീവിയസ് ചാപ്റ്റർ വൈസ് റെക്കോർഡ് ക്ലാസ്സസ് മിസ്സിൻ്റെ അടുത്തുണ്ട്. നമ്മളടുത്ത് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള ചാപ്റ്റർ വൈസ് റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ദെൻ 1 വീക്ക് എന്ന് പറയുമ്പോൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ ഷുവർ ക്വസ്റ്റ്യനും അത് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇന്നത്തോടു കൂടി ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി മോഡൽ എക്സാം കഴിഞ്ഞ ശേഷം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ 2 ദിവസം നോക്കി. പിന്നെ ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മളൊരു 4 ദിവസം എല്ലാ സബ്ജക്റ്റും നമ്മൾ നോക്കും. പിന്നെ എക്സാം ഓറിയൻറ്റഡ് ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ ചാപ്റ്റർ വൈസിലൊക്കെ പഠിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാഠത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഒരു പാഠം അറിയില്ലെങ്കിൽ ആ പാഠത്തിൻ്റെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള നോട്ട് നോക്കാം. അപ്പോൾ നമ്മൾ 1 അവർ ക്ലാസ് ആണ് ഓരോ പാഠം നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 1 അവർ നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നല്ല എഫക്റ്റീവ് ആയിരിക്കും. കാരണം ആ ഒരു അക്കൗണ്ടൻസിക്ക് ഒരു പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മണിക്കൂറിൻ്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ പകുതി നമ്മൾ പഠിക്കും. പിന്നീട് ഒരു അരമണിക്കൂറും കൂടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടുകയാണ് ചെയ്യാം. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിലൊന്നും മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റഡി മിസ് ഇട്ടിരിക്കുന്നത് ഫെബ്രുവരി 24 മുതലുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ദിവസം നിങ്ങളൊരു 4 സെറ്റായിട്ട് പഠിക്കാൻ റെഡി ആയാൽ, 4 സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം മോർണിംഗ് 6 to 9 എഴുന്നേൽക്കുക. അപ്പോൾ 6 to 9 ഒരു ഭാഗം, 11 to 12:30 ഒരു സബ്ജക്റ്റ്, 3 to 5 ഒരു സബ്ജക്റ്റ്, 7 to 9:30 ഒരു സബ്ജക്റ്റ്. മോർണിംഗ് ഇപ്പോൾ മിസ് പറഞ്ഞല്ലോ നിങ്ങൾക്ക് പഠിക്കാൻ തീരെ സമയമില്ലാത്ത സബ്ജക്റ്റ് അക്കൗണ്ടൻസി ആണ്. അക്കൗണ്ടൻസി നമുക്ക് ഒരു ദിവസമൊക്കെ ഗ്യാപ്പ് ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് അക്കൗണ്ടൻസിനെ കയറ്റാനും പറ്റില്ല. നിങ്ങൾ നോക്കി നോക്കിയേ, നമുക്ക് ഇതിലുള്ള മുന്നുള്ള ദിവസങ്ങളിൽ അക്കൗണ്ടൻസിനെ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇക്കണോമിക്സ്, മാത്സ്, ബിസിനസ് ഒക്കെ നമുക്ക് പഠിക്കണം. ലാംഗ്വേജ് എങ്ങനെയായാലും ഒരു ദിവസം നമ്മൾ കൊടുത്തല്ലേ പറ്റൂ. അപ്പോൾ അക്കൗണ്ടൻസിന് ഇതിൻ്റെ ഇടയിൽ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഈ 4 ദിവസത്തിൽ തന്നെ എക്കണോമിക്സ്, അക്കൗണ്ടൻസി, മാത്സിനെ പഠിച്ചു വയ്ക്കാം. അപ്പോൾ മോർണിംഗ് സെക്ഷനിൽ മിസ് പ്രിഫർ ചെയ്യുക അക്കൗണ്ടൻസി ആണ്, വേറെ ഒന്നുമല്ല. അക്കൗണ്ടൻസിയിൽ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മോർണിംഗിൽ പഠിച്ചത് നമുക്കത് ഓർമ്മയിൽ നിൽക്കും. അതൊരു എന്താ പറയുക, ഒരു റിയൽ ഫാക്റ്റാണ് കേട്ടോ, നല്ലൊരു റിയൽ ഫാക്റ്റാണ്, സത്യമാണ്. അപ്പോൾ മോർണിംഗ് നമ്മൾ ഇപ്പോൾ 24-ാം തീയതി നിങ്ങൾ മോർണിംഗ് to 6 to 9 അക്കൗണ്ടൻസിയിലെ 2 പാഠം പഠിക്കാം. ഫസ്റ്റത്തെ 2 പാഠം ചാപ്റ്റർ 1 പാർട്ട്ണർഷിപ്പിൽ ഫസ്റ്റത്തെ 2 പാഠം അത് പഠിക്കുമ്പോൾ ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികൾ ഇപ്പോൾ എവിടെയാണെങ്കിലും പഠിക്കുമ്പോൾ നമ്മളൊരു പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടാവും. PVQ സെക്ഷന്, ജേർണൽ എൻട്രീസ്, തിയറി, ഇതൊക്കെ അതിൽ കവർ ചെയ്യണം. പ്രോബ്ലംസ്, ജേർണൽ എൻട്രീസ്, PVQ സെക്ഷൻ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ പ്രോബ്ലംസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ മോഡൽ എക്സാമിന് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 പാഠം അവിടെ കവർ ചെയ്യും. നല്ല സിമ്പിളായിട്ട് നമുക്ക് വേഗം കവർ ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ നമ്മളിപ്പോൾ ഇതാ 3 മണിക്കൂർ ഇട്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ ബാച്ചിലെ കുട്ടികളൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂറാണ് നമുക്കൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ 2 മണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പ്രോബ്ലം ഒക്കെ കിട്ടി. പിന്നെ 1 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അതിലെ ജേണലും തിയറീസും, കുറച്ച് ജേണലും തിയറീസും ഉള്ളൂ. ഓവറായിട്ട് 2 പാഠത്തിൽ പഠിക്കാനായിട്ടില്ല. അത് നോക്കാം. 11 to 12, അപ്പോൾ 9 കഴിഞ്ഞ് 11 to 12 നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് നോക്കുക. ബിസിനസ് സ്റ്റഡീസ് മിസ് ഉച്ചയ്ക്ക് ഇടാത്ത കാരണം നിങ്ങൾ ഉറങ്ങും, നല്ല പോലെ ഇറങ്ങും. സംഭവം നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ചൂട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പം ബിസിനസ് സ്റ്റഡീസ് മിസ് പഠിക്കേണ്ടത് ചാപ്റ്റർ 10 to 9 ആണ്. അത്യാവശ്യം വെയിറ്റേജുള്ള പാഠമാണ് രണ്ടും. ഈ 10 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ല, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് 8 മാർക്ക്, 6 മാർക്ക്, അതുപോലെ അങ്ങനത്തെ ടോപ്പിക്സുകളാണ് കൂടുതൽ പഠിക്കേണ്ടത്. 2 പാഠത്തിൽ നിന്ന് 8 മാർക്കിനോ 6 മാർക്ക് 5 മാർക്കിലേക്കൊക്കെ പോകുന്ന മാർക്കറ്റിങ്ങിലത്തെയും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെയും പാഠങ്ങൾ, ടോപ്പിക്കുകൾ പഠിക്കാം. എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ മൈക്രോ സെക്ഷന് 2, 3 ഫസ്റ്റ് പഠിക്കാം നാളെ. അതിൽ കൺസ്യൂമർ ബിഹേവിയറും പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് മോഡൽ എക്സാമിൽ തന്നെ ഉണ്ട്. അവിടെ കർവും പ്രോബ്ലംസും നന്നായി ശ്രദ്ധിക്കാം. മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 പാഠങ്ങളിൽ നിന്ന് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി വൈകിട്ട് ഈവനിങ് 7 to 9 നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാം. കമ്പ്യൂട്ടർ അല്ലാത്ത കുട്ടികളുടെ സ്റ്റാറ്റിസ്റ്റിക്സിനെയോ മാത്സിനെയോ കയറ്റാം. കാരണം
ഇനി മാത്സ് അല്ലാത്ത കുട്ടികൾക്ക് ഇവിടെ വേറെ സബ്ജക്റ്റ് പഠിക്കാം, ലാംഗ്വേജ് എങ്ങാനും കയറ്റാം. മാത്സ് നമുക്ക് ഇടയിൽ ടൈം എടുക്കുന്നുണ്ടല്ലോ. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർ പഠിക്കേണ്ടത് ചാപ്റ്റർ 10 to 9 ആണ്. ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT ആൻഡ് സൈബർ ക്രൈമിനെ കുറിച്ചിട്ടുള്ള പാടാണ് അവിടെ പഠിക്കേണ്ടത് കേട്ടോ. നൈറ്റ് ഒരു 1 hour നിങ്ങൾക്ക് യൂട്യൂബിൽ ഏതെങ്കിലും ക്ലാസ്സുകൾ കാണാം. അതായത് ഈ പാഠങ്ങളിലെ ക്ലാസ്സുകൾ കാണാം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ലൈവോ അങ്ങനെ ഏതെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് കാണാം. ദെൻ February 25 ഇതേപോലെ 6 to 9 അക്കൗണ്ടൻസിൽ 3-4 പാഠങ്ങൾ പഠിക്കുക. റിട്ടയർമെന്റും ഡിസൊല്യൂഷനും. അവിടെ ജേർണൽ എൻട്രീസ് ആണ് ഒരുപാടുള്ളത്. ജേർണൽ എൻട്രി 8 മാർക്കിന് ഒരു പ്രോബ്ലം ആണ്. പിന്നെ റിട്ടയർമെന്റിൽ 8 മാർക്കിന്റെ 6 മാർക്കിലേക്കാണ് ഇപ്രാവശ്യം പ്രോബ്ലംസ് പോയിക്കുന്നത്. അതും തിയറീസും പഠിക്കാം. 10 to 12:30 നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 11 E to 4 കുഞ്ഞു പാഠങ്ങളാണ് എടുത്തിരിക്കുന്നത്. വെയിറ്റേജ് ഉണ്ട് കാരണം എന്നാൽ കുഞ്ഞു പാഠങ്ങളാണ്. അതായത് കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമറിന്റെ റൈറ്റ്, കൺട്രോളിങ്, പ്ലാനിങ്, ഇതിലെ എല്ലാ ഷുവർ ക്വസ്റ്റ്യൻസും നോക്കാനായിട്ട് ശ്രദ്ധിക്കാം. 2 to 5:30 വരെ നിങ്ങൾക്ക് എക്കണോമിക്സിലെ മാക്രോ സെക്ഷനിലെ 3 പാഠം കവർ ചെയ്യാൻ പറ്റും. അതായത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അധികം പഠിക്കാം. ഇൻട്രൊഡക്ഷന്, നാഷണൽ ഇൻകം, മണി ആൻഡ് ബാങ്കിങ്, ഇതിലെ എല്ലാ എസ്സേ ടോപ്പിക്സുകൾ കവർ ചെയ്യണം. 2ാം പാഠത്തിലും 3ാം പാഠത്തിലും ഒരുപാട് എസ്സേ ടോപ്പിക്സുകൾ ഉള്ളത് ഈ 2 പാഠത്തിലാണ്. മാക്രോയിൽ 2 3-ലാണ്. അതായത് നാഷണൽ ഇൻകത്തിൽ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം, അതുപോലെ തന്നെ GDPയുടെ പാഠത്തിൽ അതൊക്കെയാണുള്ളത്. പിന്നെ മീൻസ് RBIയുടെ ഫങ്ഷൻസ്, അങ്ങനെ ഒരുപാട് നമ്മളെ ചാപ്റ്റർ വൈസ് വെയിറ്റേജുകൾ ഇനി വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒന്നും കൂടി അറിയും. ദെൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഈവനിങ് സെക്ഷനിൽ 3 പാഠങ്ങളാണ്. DBMS, SQL, JavaScript. അതിൽ 3 പാഠത്തിൽ 5 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നോക്കാം. അപ്പോൾ ഇവിടെയും വന്നവർ നമ്മൾ റിവൈസ് ചെയ്യണം. അതായത് യൂട്യൂബ് ക്ലാസ്സസ് കാണേ, PYQ സെക്ഷൻ നോക്കേ, ഈ പഠിച്ച ഗ്യാപ്പുകളെല്ലാം എനിക്ക് അറിയാമോ നോക്കിയൊക്കെ നിങ്ങൾ ചെയ്യണം. ദെൻ 26 മോർണിംഗ് സെക്ഷനിൽ ഇതുപോലെ അക്കൗണ്ടൻസി എടുക്കാം. അക്കൗണ്ടൻസി നമ്മളെ പാർട്ട് 1 കഴിയും കേട്ടോ. 2 ദിവസം കൊണ്ട് പാർട്ട് 1 നമ്മൾ വേഗം റിവൈസ് ചെയ്ത് കഴിയും. ദെൻ 1, 2, 4 അതായത് AFS കുട്ടികളും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും അവരെ ചാപ്റ്റർ വൈസുകൾ ഇപ്പോൾ 1, 2, 4 AFS പഠിക്കാം. കമ്പ്യൂട്ടറൈസ്ഡ് കാർഡ് 6, 5, 4 പഠിക്കാം. അതിൽ പ്രോബ്ലംസ് നോക്കുന്നത് AFS ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് നോക്കേണ്ടത്. ദെൻ 10 to 12:30 വരെ ബിസിനസ് സ്റ്റഡീസ് നമുക്ക് പഠിക്കുന്നത് 6, 7, 3 പാഠങ്ങളാണ്. ഇതിൽ 3ാം പാഠത്തിൽ ഒരേ ഒരു ടോപ്പിക്ക് പഠിച്ചാൽ മതി. ഒരേ ഒരു ടോപ്പിക്ക്. ഡയറക്റ്റിങ്ങിലും സ്റ്റാഫിങ്ങിലും ഷുവർ ക്വസ്റ്റ്യൻസ് നോക്കാം. സ്റ്റാഫിങ് ഇപ്പോൾ നിങ്ങളൊക്കെ ഓൾറെഡി മോഡൽ എക്സാമിനും ക്രിസ്മസ് എക്സാമിനൊക്കെ പഠിച്ചു കഴിഞ്ഞതാവും. അപ്പോൾ വേഗം ഒന്നുമ്പോൾ പിടിച്ചിരുന്ന് ടൈം കളയരുത്. അടുത്ത ടോപ്പിക്കുകൾ, അടുത്ത പാഠങ്ങൾ എണ്ണം കൂടുതലായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം. അതായത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദെൻ എക്കണോമിക്സ് പിന്നീട് നമുക്ക് 2:30 to 5:30 വരെ 1, 4, 5 മൈക്രോ സെക്ഷനിൽ 1, 4, 5 വേഗം തീരും കേട്ടോ. കാരണം 5ാം പാഠം 1ാം പാഠം ഒക്കെ കുഞ്ഞു പാഠങ്ങളാണ്. ഇൻട്രൊഡക്ഷനും അതുപോലെ ഇക്വിലിബ്രിയത്തിന്റെ പാഠം 2-4 ടോപ്പിക്ക് ഇക്വിലിബ്രിയത്തിലും ഇൻട്രൊഡക്ഷനിലും 1-2 ടോപ്പിക്കുള്ളൂ. അതിൽ നീങ്ങാത്ത പാഠം അല്ലെങ്കിൽ കുറച്ചുള്ള പാഠം പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. അവിടെ നിങ്ങൾ ഇതുപോലെ കർവും പ്രോബ്ലംസും പഠിച്ചാൽ തന്നെ ആ പാഠം കഴിയും ശരിക്കും. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ കണ്ടീഷന് അതിൻ്റെ കർവ് കുറച്ചധികം കർവുകൾ, കോസ്റ്റ് സപ്ലൈ മാറി ലീനിയർ കർവുകളുടെ കർവുകളാണ് പഠിക്കേണ്ടത്. ദെൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിങ്ങൾ 4, 5, 6 അതായത് HTML-മായി ബന്ധപ്പെട്ട പാഠങ്ങൾ പഠിക്കാം. 3 എണ്ണം. അപ്പോൾ വെബ് ഹോസ്റ്റിംഗ്, HTML സ്റ്റാർട്ടിംഗ് ഉള്ള പാഠങ്ങൾ, HTML ലിസ്റ്റ്, ടേബിൾ ക്രിയേഷൻ അതൊക്കെ പഠിക്കുക. ടാഗുകളൊക്കെ പഠിക്കുക. എല്ലാം നമുക്ക് ഒരു ലാസ്റ്റ് നൈറ്റിൽ ഒരു റിവൈസ് പോലെ PYQ സെക്ഷനിൽ നോക്കാം. ഓക്കെ. ദെൻ 27th ഇതുപോലെ മോർണിംഗ് സെഷൻ അക്കൗണ്ടൻസി AFSൽ ബാക്കിയുള്ള പാഠങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിലും 1, 2, 3 പാഠങ്ങൾ പഠിക്കുക. ഷുവർ തിയറി ക്വസ്റ്റ്യൻസ് മാത്രം ഈ ഒരു ദിവസം നിങ്ങൾ അക്കൗണ്ടൻസി ഇതിലത്തെ ഷുവർ തിയറി ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതി. അതായത് ജേർണൽ എൻട്രീസ് ഒക്കെയാണ് അതിലുള്ളത്. പിന്നെ 10 to 12:30 ബിസിനസ്സിൽ 1, 2, 5 അതിൽ 1ാം പാഠം 2ാം പാഠം നമുക്ക് അത്യാവശ്യം വേഗം പോകുന്ന പാഠങ്ങളാണ്. ഓൾറെഡി നിങ്ങൾ എപ്പോഴും പഠിച്ചിരുന്ന പാഠങ്ങളാണ്. മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പൾസ്, ഓർഗനൈസിങ്ങിൽ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത്. ദെൻ 2 to 4 വരെ നിങ്ങൾ എക്കണോമിക്സിലെ ചാപ്റ്റർ മാക്രോയിൽ 4, 5, 6 മാക്രോ സെക്ഷനിൽ 4, 5, 6 ആട്ടോ പഠിക്കേണ്ടത്. അവിടെ ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. അഗ്രിഗേറ്റ്, ഡിമാൻഡ് ഇൻ 2 sector, 3 sector, 4 sector മോഡലാണ് 3 പാഠം. അതുകൊണ്ടാണ് അത് ക്ലബ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് ക്ലബ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ 2 sector പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഗവൺമെൻറ് കൂട്ടിയാൽ 3 sector ആയി. അതിൻ്റെ കൂടെ 4 sectorലേക്ക് എക്സ്റ്റേണൽ സെക്ടറിൽ X-M കൂട്ടിയാൽ 4 sector ആയി. ദെൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ നമ്മൾ ഇനി പഠിക്കാത്തത് C++ൻ്റെ ചാപ്റ്റേഴ്സാണ്. അത് പഠിക്കാം. അത് 5:30 to 7:30 വരെ. നൈറ്റ് ഒക്കെ റിവേഴ്സ് ചെയ്യുക യൂട്യൂബ് ക്ലാസ്. അപ്പോൾ 23rd കഴിഞ്ഞ് 24, 25, 26, 27 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മുടെ കഴിഞ്ഞു. ലാംഗ്വേജ് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. മിസ് ലാംഗ്വേജ് ഉൾപ്പെടുത്തിയിട്ടില്ല, ലാംഗ്വേജ് ഉൾപ്പെടുത്തുന്നുമില്ല.
ഓക്കെ, ഇനി ഇതിൻ്റെ ഇപ്പം ഈ പറഞ്ഞ ചാപ്റ്റർ വൈസുകൾ, അതായത് ഇപ്പോൾ അക്കൗണ്ടൻസി, CA, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, ഇതൊക്കെയാണ് മിസ് പറഞ്ഞതിൽ. ചാപ്റ്റർ വൈസ് പ്രീവിയസ് ക്ലാസ്സസ് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ക്ലാസ് റെക്കോർഡായിട്ട് കിട്ടും. ഓൾറെഡി നിങ്ങൾക്ക് എപ്പോഴും മാർച്ചിൽ ഫൈനൽ എക്സാം വരെ ഉണ്ടാവും. ഇതിൽ നിന്ന് തന്നെ പിന്നെ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന ദിവസം ഈ 4 ദിവസങ്ങളിൽ തന്നെയാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾ 4 ദിവസം കൊണ്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം നിങ്ങൾക്ക് അത് ഫൈനൽ എക്സാമിന് ഒന്നുകൂടി യൂസ്ഫുൾ ആവും. എപ്പോൾ വേണം എടുത്ത് കാണാം, കേൾക്കാം. അപ്പോൾ ഇപ്പോഴന്നെ നിങ്ങൾ ആ ക്ലാസ്സുകൾ സെക്യൂർ ചെയ്ത് വെച്ച് നമ്മൾ മാർച്ചിൽ അഡ്മിഷൻ എടുക്കില്ല. മാർച്ചിനോട് കൂടി നമ്മൾ അഡ്മിഷൻ എല്ലാം ക്ലോസ് ചെയ്ത് ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നതെല്ലാം നിർത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാർച്ച് 2-ാം തീയതി വരെയാണ് നിങ്ങളുടെ ടൈം ശരിക്കും. അഡ്മിഷൻ എടുക്കാനും കഴിഞ്ഞ ക്ലാസ്സുകൾ വാങ്ങാനും. കുറേ കുട്ടികൾ ഇപ്പോൾ തന്നെ ക്ലാസ്സുകൾ വാങ്ങിച്ച് വെച്ച് ഫൈനൽ എക്സാമിൻ്റെ സ്റ്റഡി ക്യാപ്പിൽ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കും ഇപ്പം മാർച്ച് 2-ാം തീയതി വരെയാണ് നമുക്ക് ടൈം ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ ഇനി 28-ാം തീയതി നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ പഠിക്കേണ്ടത്. മോഡൽ എക്സാം നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സും ചാപ്റ്ററുകളും ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് അറിയാം. എല്ലാ സബ്ജക്റ്റും ഇപ്പോൾ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, CA, ബിസിനസ്, അക്കൗണ്ടൻസി ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല സിമ്പിൾ ആയിരിക്കും. ദെൻ PVQ സെക്ഷൻ വെച്ചാൽ മുന്നത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഷുവർ ടോപ്പിക്സുകൾ, ഇപ്പം മിസ്സിൻ്റെ ക്ലാസ് ആണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഷുവർ ടോപ്പിക്സ് ഇപ്പോൾ ഈ 4-5 ദിവസം കൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്ക് കണ്ടാലും മതി. ഇന്ന് 28-ാം തീയതി കേട്ടോ. അപ്പോൾ 28-ാം തീയതി ഫെബ്രുവരി മാസം ലാസ്റ്റ് കഴിയുന്നത് വരെയും നിങ്ങൾ ഏത് പഠിക്കേണ്ട ആവശ്യമില്ല, ലാംഗ്വേജ് പഠിക്കേണ്ട. മാർച്ച് 1-ാം തീയതി 2-ാം തീയതി നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അവിടെ മാർച്ച് 1-ാം തീയതി മോർണിംഗ് ഇതുപോലെ 6 to 12, 3 to 7 2 ഷെഡ്യൂളായിട്ട് എടുക്കുക. 6 to 12 എല്ലാ സമ്മറീസും, അതായത് പോയത്തിൻ്റെ സമ്മറീസ്, ക്യാരക്ടർ സ്കെച്ചസ്, അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത് ഉച്ച വരെയാണ്. 6 to 12 നമുക്ക് യൂട്യൂബ് ക്ലാസ്സസ് കാണാം, PDF-കൾ പഠിക്കാം, അതുപോലെ തന്നെ PVQ സെക്ഷൻസ്. അതാണ് ലാംഗ്വേജ് ഒക്കെ മാക്സിമം നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് യൂസ് ചെയ്യാം. ദെൻ 3 to 7 എന്ന് പറയുന്നത് എല്ലാ ഫോർമാറ്റുകളും ഡിസ്കോഴ്സുകളും പഠിക്കാനാണ്. ഇമെയിൽ, അതുപോലെ ബ്ലർബ്, ബ്ലോഗ്, കോൺവെർസേഷൻ, ഇൻ്റർവ്യൂ, ഫോർമൽ ലെറ്റർ ടു ദ എഡിറ്റർ, ദെൻ നോർമൽ ലെറ്ററുകൾ, അതുപോലെ എഡിറ്റിംഗ്, പാസേജ് എഡിറ്റ് ചെയ്യാനുള്ളത്, റിപ്പോർട്ടർ സ്പീച്ച് ഒക്കെയാണ് നിങ്ങൾ ആഫ്റ്റർ 3 o'clock ചെയ്യേണ്ടത്. ദെൻ മാർച്ച് 2-ാം തീയതി നിങ്ങൾ എല്ലാ PVQ സെക്ഷനുകളും യൂട്യൂബ്, അതായത് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എല്ലാ ക്ലാസ്സും ലിസൺ ചെയ്യാണ് വേണ്ടത്. ഓൺലി യു ഷുഡ് സ്റ്റഡി ലിസണിങ് മാത്രമാണ് തലേദിവസം. അതായത് ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. നിങ്ങൾ ഇംഗ്ലീഷിലെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഇതിൽ മുന്നേ പഠിച്ചിട്ടില്ല എന്ന് മിസ് ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത കുട്ടികൾക്ക് ഈ 1-ാം തീയതി ഫുള്ള് നിങ്ങൾ ഇതിൻ്റെ സമ്മറൈസ് ചെയ്യണം, സമ്മറികളൊക്കെ പഠിക്കണം. ഈ ദിവസങ്ങളിൽ മാക്സിമം നിങ്ങൾ അസുഖങ്ങളൊക്കെ വരുത്താതിരിക്കുക. അതുപോലെ തന്നെ ഫങ്ഷൻസൊക്കെ ഒന്ന് കുറയ്ക്കാം. ദെൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇപ്പം മലയാളം ആയാലും ഹിന്ദി ആയാലും ഇപ്പം സാൻസ്ക്രിറ്റ് ആയാലും അറബിക്കിലൊന്നും മിസ് ഇവിടെ ടൈം ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, 10-ാം തീയതി ബിസിനസ് സ്റ്റഡീസ് എക്സാം കഴിഞ്ഞാൽ നമുക്ക് 9 ദിവസം അവിടെ ഉണ്ട് ലാംഗ്വേജിന്. ഈ 9 ദിവസത്തിൽ 2 ദിവസം നിങ്ങൾ ലാംഗ്വേജിന് എടുക്കാൻ പാടുള്ളൂ. കാരണം കൂടുതൽ ലാംഗ്വേജിന് ടൈം കൊടുക്കണ്ട. കാരണം ലാംഗ്വേജ് ഒക്കെ നമുക്ക് എങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റാണ് ലാംഗ്വേജ്. അതായത് ഇപ്പോൾ എന്താണ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്ത് എഴുതിയാലും മാർക്ക് കിട്ടുന്ന ടോപ്പിക്കുകളാണ് ലാംഗ്വേജ്. അപ്പോൾ ജസ്റ്റ് ഒരു ദിവസം എടുത്തിട്ടൊക്കെ സമ്മറീസൊക്കെ വായിച്ച് വിട്ടാൽ മാത്രം മതി. അതാണ് ലാംഗ്വേജിന് മിസ് ഈ ദിവസങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. കണ്ടോ? അപ്പം ഈ ഒരു ഗ്യാപ്പ് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഷുവർ മാർക്ക് ഉറപ്പാണ്. പിന്നെ ഈ ക്ലാസ്സുകളൊക്കെ വേണം, റെക്കോർഡ് ക്ലാസ്സുകളും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പം പഠിക്കാൻ ടൈമിൽ നിങ്ങൾക്ക് മാർച്ചിലത്തെ മാസത്തേക്ക് കടന്ന ഓരോ സബ്ജക്റ്റ് വൈസ് എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. PVQ സെക്ഷൻ ഉണ്ട്, മോഡൽ എക്സാം സെക്ഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള 4 ദിവസം നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻസ്, ഷുവർ ടോപ്പിക്സ് മാത്രം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടും. കൊമേഴ്സ് കുട്ടികൾ നിങ്ങളുടെ ടൈം ടേബിൾ പ്രകാരമാണ് നോക്കിയിരിക്കുന്നത്. ടൈം ടേബിൾ പ്രകാരം എത്ര ഗ്യാപ്പ് ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ എവ്രിവൺ, നല്ലപോലെ പഠിക്കാൻ നിങ്ങൾക്ക് ടൈം വളരെ കുറവാണ്. കുറേ സബ്ജക്റ്റിനൊന്നും അധികം ടൈം തന്നെ ഇല്ല. പിന്നെ മോഡൽ എക്സാം ജസ്റ്റ് വെറുതെ പോയിട്ട് എഴുതിയ കുട്ടികളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സ്റ്റഡി പ്ലാൻ ചോദിച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ എവ്രിവൺ, താങ്ക് യു സോ മച്ച്.